ജ്ഞാനായ സഹോദരങ്ങളെ, നമ്മുടെ മൂലക്കാട്ട് മെത്രാൻ 25/2000 മെത്രാനായതിനു ശേഷം നമ്മുടെ രൂപതയ്ക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്? കോട്ടമല്ലാതെ. നിങ്ങൾ ആലോചിക്കണം, ഒരു നേട്ടവും. നമ്മുടെ കുന്നശ്ശേരി പിതാവ് കൊണ്ടുവന്ന കാര്യങ്ങളല്ലാതെ നമ്മുടെ സമുദായത്തെ തളർത്താനുള്ള എല്ലാ പരിപാടികളും പുള്ളി പ്ലാൻ ചെയ്ത് പുള്ളിനെ കെട്ടിയിറക്കിയ പോലെ വന്നിരിക്കുന്ന ഒരു മെത്രാനാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എല്ലാ മാധ്യമങ്ങളിലും നമ്മളത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പുള്ളി വന്ന് അന്ന് മുതൽ നമ്മുടെ നമ്മളെ പയ്യെ 25 കൊല്ലം കൊണ്ട് നമ്മളെ ഇല്ലായ്മ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും പുള്ളി പയ്യെ സ്ലോ ആയിട്ട് പോയിസണിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ നിയമ സംഹിതകൾ പയ്യെ മാറ്റാൻ തുടങ്ങി. നമ്മുടെ നിയമസഭയിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ അഡീഷണലായിട്ട് കൂട്ടിച്ചേർത്തു. നമ്മൾ കോട്ടയം രൂപത എന്ന് പറയുന്നത് ജ്ഞാനായക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ജ്ഞാനായത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ് കോട്ടയം രൂപത. അതിനു വേണ്ടിയിട്ടാണ് 10 പേഴ്സ് മാർപ്പാപ്പ നമുക്കിത് അനുവദിച്ച് തന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ രൂപതകൾ ഇവിടെ ഉണ്ട്. കോട്ടയം രൂപത നമുക്ക് വേണ്ടി മാത്രമാണ്. എന്താണ് ജ്ഞാനായത്വം? ജ്ഞാനായത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനായ സമുദായത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്ന് ജനിക്കണം. അതുപോലെ തന്നെ ജ്ഞാനായ പങ്കാളിയെ ജീവിത പങ്കാളിയാക്കണം. നമ്മൾ ജ്ഞാനായ മാതാപിതാക്കൾ ഇത് രണ്ടുമാണ്. അതായത് ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും. ഈ കർമ്മമാണ് നമ്മൾ വിവാഹ നിഷ്ഠയിലൂടെ പാലിക്കുന്നത്. ഇത് ഈ ഒരു ആദ്യം ഈ പുള്ളി വന്ന കാലത്ത് ആദ്യം ഇത് രണ്ടും പറയുമായിരുന്നു. നമ്മൾ ആ വീഡിയോ എല്ലാം കണ്ടതാണ്. പിന്നെ പയ്യെ പുള്ളി ജന്മം മാത്രമാക്കി. അത് അമേരിക്കയിൽ വെച്ച് നമ്മുടെ മെത്രാനും സീറോ മലബാറിന് 2 മെത്രാന്മാരോട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. അതിലൂടെ ജന്മം കൊണ്ട് മാത്രം എന്നുള്ളതിലോട്ട് വന്നു. പയ്യെ പിന്നെ പുള്ളിയുടെ വീഡിയോകളിലും പുള്ളിയുടെ പ്രസംഗത്തിലെല്ലാം ജന്മം മാറി. നമ്മൾ ചോദിക്കാതെ നമുക്ക് നല്ല റിസൾട്ടുകളില്ല. ഇതിനു മുമ്പ് നമ്മളിവിടെ പ്രതിഷേധ യോഗങ്ങൾ എല്ലാ പള്ളികളിലും നടക്കുന്നുണ്ട്. പുള്ളിയുടെ അജണ്ട 2 കൊല്ലം കൂടെ 27 തീരുന്നതിന് മുമ്പ് ഇത് തീർക്കുക എന്നുള്ളതിലാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ വിധി വരേണ്ട സമയമല്ല. ഇപ്പം വിധുപ്പ് കേസ് അങ്ങനെ 1-2 കേസിന്റെ ഇതോടെ അങ്ങ് വെച്ചേക്കാൻ പറഞ്ഞുകൊണ്ട് ചെയ്തിപ്പം ചോദിച്ചു മേടിച്ച വിധിയാണ് ഒരുമിച്ച് കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇച്ചൂടെയൊക്കെ നീണ്ടു പോകാമായിരുന്നു. ഇനി അടുത്തതിപ്പം സുപ്രീം കോടതിയിലോട്ട് പോകുന്നു നമ്മളെ പറ്റിക്കും. ഇപ്പം ഇത് വായിച്ചിരിക്കുകയാണ്. എന്താണ് സുപ്രീം കോടതി പറയുന്നത്? നമുക്ക് ഇല്ലാത്ത, അതായത് നമ്മളിൽ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം ഇവർ കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുകയാണ്. നമ്മളിൽ ദളിതരുണ്ടോ? ദളിതർക്ക് അവകാശങ്ങൾ ഇത്ര ശതമാനം കൊടുക്കണമെന്ന് നമ്മുടെ നിയമസഭയിൽ എഴുതി ചേർത്തിരിക്കുകയാണ്. അത് സീറോ മലബാറിനുണ്ടായിരിക്കാം. അത് നമ്മളിലേക്ക് എഴുതി ചേർത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് എന്താ പറയുക, നമുക്ക് പറയാൻ പറ്റാത്ത വാക്കുകളാണ്. വേശ്യാവൃത്തി അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ മാമോദീസ മുങ്ങുക, ഇതൊന്നും നമ്മുടെ അടുത്തുണ്ടാകുന്ന കേസുകളല്ല. ഇങ്ങനെയുള്ള പുതിയ കാര്യങ്ങൾ ഇവർ എഴുതി ചേർത്ത് നമ്മളെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ സമുദായത്തെ ഇല്ലാതാക്കാനുള്ള ഈ മെത്രാന്റെ കുൽസിത ശ്രമങ്ങൾക്ക് നമ്മൾ ചെറുത്ത് തോൽപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇനിയെങ്കിലും ഉണർന്നില്ലെങ്കിൽ, ഇതിനു മുമ്പ് ഞങ്ങളൊന്നും ഉണർന്ന സമയത്ത് നമ്മളെ അവഹേളിച്ചു അല്ലെങ്കിൽ ഇതുണ്ടാക്കി ഇതെല്ലാം നമ്മൾ എന്തെങ്കിലും ഒരു സമരത്തിന് പോകുമ്പോൾ അവർ പറയും നമ്മളത് കോടതിയിൽ നമ്മുടെ ഒരു മെത്രാൻ നമുക്ക് ശരിയാ മെത്രാൻ കോട്ടയം രൂപതയിലേക്ക് കോട്ടയം മെത്രാൻ ഇല്ല. അത് മനസ്സിലാക്കുന്നില്ല. പുള്ളിക്ക് അതിന്റെ ആവശ്യമില്ലായിരിക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും കേസിലൂടെ തോറ്റു പോകുന്നത്? നമ്മുടെ കാര്യങ്ങൾ ബോധിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന അവകാശങ്ങൾ അത് ബോധിപ്പിക്കണം. കോടതി അത് എൻഡോഗമി പാലിക്കുന്നതിന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല കോടതിക്ക്. അതാണ് അത് ബോധിപ്പിക്കാനുള്ള ആർക്കാണ് കടമ? നമ്മുടെ നേതൃത്വം. അല്ലെ അവർ രാജിവെച്ച് പോകണം. അടുത്ത ആൾക്ക് സമുദായ സ്നേഹമുള്ളവർക്ക് വിട്ടുകൊടുക്കണം. അത് ചെയ്യല. നമ്മുടെ KCC നേതൃത്വം ഇതുപോലെ അന്മായ നേതൃത്വമാണ്. അവരെയും പിടിച്ച് ചാക്കിലിട്ട് അവരുടെയും കൂടെ ഒത്താശയോട് കിടന്നിരിക്കുന്നത്. ഇവർ പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ. പുതിയൊരു സമുദായ സ്നേഹികളായ നേതൃത്വത്തെ നമ്മൾ കൊണ്ടുവരാനായിട്ട് നോക്കിയപ്പോൾ അതിനെ തലങ്ങും വിലങ്ങും കോട്ടയത്ത് നമ്മൾ പിടിച്ചടക്കിയെങ്കിലും മലബാറിലൂടെ നമ്മളെ അധികാരത്തിൽ നിന്നും നമ്മളെ മാറ്റി. കാരണം അവർക്കറിയാം മലബാറിൽ ഇപ്പോഴും നേരം വെളുത്തു വരുന്നുള്ളൂ. ഇവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുള്ളൂ. ഇനി ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്നും പോകുന്ന എന്നാണോ ഇത് തിരിച്ച് ഇപ്പോഴത്തെ നിലവിൽ വിധി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഇതിനെ വീണ്ടും നമ്മളെ നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രതിഷേധങ്ങൾ തകർത്താനായിട്ട് പുതിയ കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. നമ്മുടെ ശക്തമായ നമ്മുടെ ഈ പള്ളി എന്തിനാ അതുകൂടെ ഞാൻ പറയാതിരിക്കും. നമ്മുടെ കാരണവന്മാർ ഇപ്പൊ എന്റെയൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ കാരണവന്മാരുടെ വേർപ്പാണ് ഈ പള്ളി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് കോന്നല്ലൂർ പള്ളിയുണ്ട്, അടുത്ത ഇഷ്ടംപോലെ സീറോ മലബാർ പള്ളിയുണ്ട്. കടുത്തുരുത്തി ഇടവകയിൽ നിന്നും ഈ ചുറ്റുപാടുള്ള ഇടവകയിൽ നമ്മൾ ഈ പള്ളി ഉണ്ടാക്കിയത് നമ്മുടെ ഒരു ശക്തമായ നമുക്ക് ജ്ഞാനായ സമുദായത്തിന് വേണ്ടി ഒരു പള്ളി വേണം. അത് കോന്നല്ലൂർ ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ഉണ്ടാക്കിയ പള്ളി ഇപ്പം നമ്മൾ സീറോ മലബാറിന് വിട്ടുകൊടുക്കേണ്ട ആ ഒരു ഗതിയിലേക്ക് വരികയാണ്. എല്ലാവരെയും ചേർക്കണ്ട. അങ്ങനെയാണ് പിന്നെ നമ്മൾ എന്താ കോട്ടയം രൂപതയുള്ളൂ. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ഉണർന്ന് നമ്മൾ ശക്തമായിട്ട് പ്രതിഷേധങ്ങളിലൂടെ നമ്മൾ ഇത് മാറ്റി ഇവരുടെ കണ്ണു തുറപ്പിച്ചാൽ മാത്രമേ ഉള്ളൂ ഇതിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാൽ, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന അഭിപ്രായങ്ങളെല്ലാം തിരുത്തണം.
നമ്മൾ ഭ്രഷ്ട് കൽപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കോടതി, അതായത് കോടതിനെ ഒത്തിരി ഇതിലാക്കുന്ന ഇതാണ്. പണ്ട് ഭ്രഷ്ട് എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് ബ്രാഹ്മണരൊക്കെ നമ്മളെ ഒന്നും കയറ്റിയില്ലാത്ത അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റിയില്ലാത്ത രീതിയിലുള്ള ഭ്രഷ്ടാണ്. ഇത് അങ്ങനെയാണോ? നമ്മളിപ്പം ഞാൻ എൻ്റെ സമുദായത്തിൽ നിന്ന് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വേറെ വിവാഹം കഴിക്കാൻ പോകുന്നത്. ഇപ്പം എൻ്റെ സമുദായത്തിൽ നിന്ന് എനിക്ക് നിൽക്കണമെങ്കിൽ നമ്മളവിടെ നിൽക്കണം. അതില്ലാതെ ഞാനിത് അറിഞ്ഞുകൊണ്ട് പോയി നമ്മൾ ഈ ഇടവയിൽ നിന്ന് വേറെ ഇടവയിലേക്ക് നമ്മൾ മാറി ഇതെല്ലാം ചെയ്താണ് നമ്മൾ ഇത് ഇത്രയും ഈ 1700 വർഷം നമ്മൾ പരിപാലിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ സമുദായം. ഇത് ഈ 25 കൊല്ലം കൊണ്ട് ഇത് തീർക്കാമെന്നുള്ള പുള്ളി നമ്മുടെ മൂലക്കാട്ട് മെത്രാന്റെ ആ ഒരു അജണ്ടയാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് എത്ര മെത്രാന്മാരെ സപ്പോർട്ട് നിൽക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ഉണ്ടെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. എന്നതായാലും സൂര്യചന്ദ്രന്മാരുള്ള കാലം ഈ ക്നാനായ സമുദായം നിലനിൽക്കും. അത് എന്നിലൂടെ, എൻ്റെ മക്കളിലൂടെ എന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് നമുക്കിനിയിപ്പോൾ ഒരു കുഴപ്പമില്ല. നേരത്തെ നമ്മൾ മക്കളെ കല്യാണം കഴിക്കാൻ നോക്കുമ്പോഴത്തേനും നമ്മൾ പള്ളി മാത്രം, ക്നാനായ പള്ളി മാത്രം നോക്കിയാൽ മതിയായിരുന്നു. ഇനിയിപ്പം ഈ മുന്നോട്ടുള്ള രീതിയിൽ നമ്മൾ മാതാപിതാക്കളുടെ ചരിത്രത്തോട് തികയേണ്ടി വരും. കാരണം ഇത് മിക്സറാണോ ആ രീതിയിലോട്ട് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇവർ. അതുകൊണ്ട് എൻ്റെ ശക്തമായ, നമ്മുടെ ഈ പള്ളിയുടെ ഇടവക ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. ജയ് കലാകാരൻ.